ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ്സ് ഓഫ് ഇടുക്കി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അരിയുണ്ട ചെയ്തെടുക്കുന്നത് കുത്തിരി വെച്ചിട്ടാണ്. അരിയുണ്ട ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഒരാഴ്ചയൊക്കെ ഈ അരിയുണ്ട കേടാവാതിരിക്കും. അവലസുണ്ട ചെയ്യുന്നത് പോലെ തേങ്ങയെല്ലാം വറുത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാഴ്ച കൂടുതലൊക്കെ ഇരിക്കുമ്പോഴത്തേന് അത് തേങ്ങയൊക്കെ പച്ചത്തേങ്ങ ആയതുകൊണ്ട് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്ന അരിയുണ്ടയാണ്. അരിയുണ്ട ചെയ്തെടുക്കാൻ കുറച്ച് ഐറ്റംസൊക്കെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അരിയുണ്ട എന്ന് പറയുമ്പോൾ അവലോസുണ്ടയല്ല. അരിയുണ്ട നമ്മൾ ചെയ്യുന്നത് കുത്തിരിയിലാണ്. ഇത് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന കുത്തിരിയാണ്. ഈ അരി ഞാൻ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അരി എടുക്കുമ്പോൾ കഴുകിയിട്ട് എടുക്കണം. നമുക്ക് ഈ അരി നന്നായിട്ട് ആദ്യം ഒന്ന് വറുത്ത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 ബോള് ശർക്കര. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു 7 ഏലക്ക എടുത്തിട്ടുണ്ട്. കശുവണ്ടി പരിപ്പ് ആണിത്, കാഷ്യൂനട്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല മിക്സ് ചെയ്യുന്നത്. ഈ തേങ്ങയും ശർക്കരയും കൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഈ തേങ്ങയുടെയും ശർക്കരയുടെയും ഈർപ്പം കൊണ്ടാണ് നമ്മൾ ഈ അരി ഉണ്ട ഇട്ടിയെടുക്കുന്നത്. ഒരു ചെറിയ തേങ്ങയൊക്കെ എടുക്കാം. ഇത്രയാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്കിനി ഈ അരി വറുത്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണയൊന്നും ഒഴിക്കാതെ ഈ കുത്തിരി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ അരി നന്നായിട്ട് പൊട്ടി വരണം. ഈ അരി ചൂടായി കഴിയുമ്പോൾ ഇത് കടുക് പൊട്ടുന്ന പോലെ പൊട്ടി വരും. അങ്ങനെ കരിഞ്ഞു പോകാതെ ഫുൾ അരിയും ഒന്ന് പൊട്ടി വരണം. ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അടിയിലുള്ള അരി പൊട്ടി കരിഞ്ഞു പോകും. മുകളിലുള്ള അരി ആവശ്യത്തിന് മുരിഞ്ഞു വരത്തുമില്ല. നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ അരിയുടെ കളറ് പതുക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് അരി എടുത്ത് കഴിച്ച് കഴിയുമ്പോൾ വായിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. നമുക്ക് കടിക്കുമ്പോൾ അറിയാൻ പറ്റും അത് നന്നായിട്ട് മൊരിഞ്ഞതായിട്ട്. ഇതിൽ ഈ വെളുത്ത് ചില അരികൾ ഇനിയും മൊരിയാനുണ്ട്. അപ്പം ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഈ ചീനിച്ചട്ടിക്ക് നല്ല ചൂടാണ്. ഇത് ചെറിയ തീയിലിരുന്നിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അല്ലെങ്കിൽ ഇപ്പം മൊരിഞ്ഞ അരി വീണ്ടും കരിഞ്ഞു പോകും. അരി വറുക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചെറിയ തരിയായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് ബാക്കി ഐറ്റംസ് എല്ലാം ചേർത്ത് ഒന്ന് കുഴച്ച് ബോളാക്കി എടുത്താൽ മതി. വളരെ എളുപ്പമാണ് പിന്നെ ചെയ്യാൻ. അപ്പോൾ ഈ അരി പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇനി അരി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി അതേ ചീനിച്ചട്ടിയിലോട്ട് തന്നെ ഈ കശുവണ്ടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കുറേ കശുവണ്ടി എടുത്താലും കുറച്ച് കശുവണ്ടി ആണെങ്കിലും അതൊന്ന് വറുത്ത് എടുക്കണം. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ശർക്കര ഈ തേങ്ങയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് തിരുമ്മി ഈ തേങ്ങാപ്പാലൊക്കെ പുറത്ത് വരുന്ന പോലെ, അതായത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്ന പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ആ തേങ്ങാപ്പാലൊക്കെ തിരുമ്മി ഉരുട്ടിയെടുക്കാവുന്ന പോലെ അതിൻ്റെ പാലൊക്കെ ഇറങ്ങി ആ ശർക്കരയായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ അരി കുറേശ്ശെ ഇട്ട് ചെറിയ തരിയോടുകൂടി നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്കിത് 2 തവണയായിട്ട് പൊടിച്ചെടുക്കാം. അതല്ലെങ്കിൽ അടിയിലുള്ളത് നന്നായിട്ട് പൗഡറായി പോവുകയും ചെയ്യും, മുകളിലുള്ളത് നന്നായിട്ട് പൊടിയെത്തുമില്ല. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക ഈ അരിയിലോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ടാവും. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ട് എങ്കിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 2 പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ജീരകം വേണ്ടെന്നുണ്ടെങ്കിൽ ജീരകം ഒഴിവാക്കാം. ഞാനിതൊന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയൊരു തരിയോടുകൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി അരി നമുക്കിത് കുഴച്ചതിന് ശേഷം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമയമുണ്ട്. നമുക്ക് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ പഴയ കാലത്ത് ഉരലിൽ ഇട്ട് ഇടിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നാടൻ പലഹാരം ആണിത്. നമ്മുടെയൊക്കെ തലമുറ മറന്നു തുടങ്ങിയിട്ടുള്ള ഐറ്റമാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ സമയത്തൊക്കെ ഉണ്ടാക്കി നമ്മുടെ മക്കളെ നമുക്ക് പരിചയപ്പെടുത്താം. ഈ സമയത്തൊക്കെ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള സ്നാക്സ് ഒന്നും വാങ്ങിക്കണ്ട. നമുക്കിങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണല്ലോ, കുറേ സമയമൊക്കെ ഉണ്ടാവും.
അപ്പോൾ ചെയ്തെടുക്കാം. നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കശു കട്ടി ഇതുപോലെ ഒന്ന് ഒടിച്ച് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഐറ്റം കൊണ്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാം. ഇതൊരു ഒരാഴ്ചയോളമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ അവലോസ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന പോലെ ഇരിക്കത്തില്ല, കാരണം നമ്മളിത് പച്ച തേങ്ങയൊക്കെ ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് ഒരുപാട് നാളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ബോള് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നാളെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്നുകൂടെ ഒന്ന് ടൈറ്റായി വരും. ഇതിലെ ജലാംശമൊക്കെ ഈ അരിയൊക്കെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും. നമുക്കിത് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഓരോ ബോളാക്കി എടുക്കാം. ചെറിയ ബോളായിട്ട് വേണമെങ്കിൽ ചെറിയ ബോളായിട്ട്, വലിയ ബോളായിട്ട് വേണമെങ്കിൽ വലിയ ബോളായിട്ട്, സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്കിതുപോലെ ഫുള്ളായിട്ട് ഇതൊന്ന് ബോളാക്കി എടുക്കാം. ഇനി ഞാനിത് മുഴുവൻ ഒന്ന് ബോൾ പിടിച്ചിട്ട് കാണിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് കമൻറ്റിൽ കൂടി അഭിപ്രായം അറിയിക്കണം. പിന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ. ബൈ.